അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് ദിസ് കീവേഡ് ആണ്. ദിസ് കീവേഡ് എന്ന് പറയുന്നത് എന്താണ്? refers to the object that is currently executing the code. അതായത് ഏത് ഒബ്ജക്റ്റിനെയാണ് അത് റെഫർ ചെയ്യുന്നത്? that is currently executing the code. ഏത് ഒബ്ജക്റ്റ് ആണോ കറന്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ദിസ് റെഫർ ചെയ്യുന്നത്. ദിസ് എന്ന് പറയുന്നത് refers to the object that is currently executing the code. കോഡ് കറന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഏത് ഒബ്ജക്റ്റ് ആണോ ആ ഒബ്ജക്റ്റിനെയാണ് ദിസ് റെഫർ ചെയ്യുന്നത്. കറന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഏത് ഒബ്ജക്റ്റ് ആണോ അതാണ് ദിസ് റെഫർ ചെയ്യുന്നത്. മനസ്സിലായോ? ഈ റൂൾസ് ഓഫ് ദിസ്, നമുക്ക് ദിസിന്റെ ഓരോ റൂൾസുകൾ നമുക്ക് നോക്കാം. എന്നാലാണ് നമുക്ക് കൂടുതൽ മനസ്സിലായി. അലോൺ ദിസ് റെഫേഴ്സ് ടു ദ ഗ്ലോബൽ ഒബ്ജക്റ്റ്. നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് ദിസ് മാത്രമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് ദിസ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ നമ്മൾ ദിസ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഒബ്ജക്റ്റിനെയാണ് റെഫർ ചെയ്യുന്നത്. ബ്രൗസറിനകത്ത് നമ്മൾ വിൻഡോ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും അത് പ്രിന്റ് ചെയ്യുന്നത്. Node.js-നകത്താണെങ്കിൽ ഗ്ലോബൽ ഒബ്ജക്റ്റ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. when used alone this points to the global object. this എന്ന് പറയുന്നത് പോയിന്റ് ചെയ്യുന്നത് ഗ്ലോബൽ ഒബ്ജക്റ്റിനാണ്. ഏത് ഒബ്ജക്റ്റ് ആണോ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒബ്ജക്റ്റിനെയാണ് റെഫർ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ദിസ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഒബ്ജക്റ്റിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. ഇൻ എ ഫംഗ്ഷൻ ദിസ് റെഫേഴ്സ് ടു ദ ഫംഗ്ഷനകത്ത്, അപ്പൊ ഒറ്റയ്ക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ട ദിസ് എന്ന് വെച്ചാൽ ഗ്ലോബൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വിൻഡോ ഒബ്ജക്റ്റ് ആയിരിക്കും. ഇതിനകത്ത് എന്ന് വെച്ചാൽ ഫംഗ്ഷനകത്ത് ദിസ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഒബ്ജക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഫംഗ്ഷൻ ടെസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗ് ദിസ് ടെസ്റ്റ് in browser and the window. In browser window normal functions have this as global object. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഫംഗ്ഷൻ ആണ്. അത് നോൺ സ്ട്രിക്റ്റ് മോഡാണ്, അതായത് സ്ട്രിക്റ്റ് അല്ലാത്ത മോഡാണ്. ഹാവ് ദിസ് ആസ് ഗ്ലോബൽ ഒബ്ജക്റ്റ്. ദിസ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഒബ്ജക്റ്റ് ആണ്. ഇതിനകത്ത് ദിസ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഒബ്ജക്റ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ബ്രൗസറിനകത്ത് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിൻഡോ ആയിട്ട് കിട്ടും. നോർമൽ ഫംഗ്ഷൻസ് നോൺ സ്ട്രിക്റ്റ് മോഡ് ആണെങ്കിൽ ഹാവ് ദിസ് ആസ് ഗ്ലോബൽ ഒബ്ജക്റ്റ്. നോർമൽ ഫംഗ്ഷനകത്ത് ദിസിന്റെ ഇതെന്ന് പറയുന്നത് ദിസ് എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് ഗ്ലോബൽ ഒബ്ജക്റ്റിനെ ആയിരിക്കും. ബ്രൗസറിനകത്താണെങ്കിൽ വിൻഡോ എന്നായിരിക്കും. ഇതാണ് ഫംഗ്ഷനകത്ത് ഉള്ളത്. സ്ട്രിക്റ്റ് മോഡ് അല്ലെങ്കിൽ. മനസ്സിലായോ? ഇനി ഫംഗ്ഷൻ ഇൻ സ്ട്രിക്റ്റ് മോഡ് ദിസ് ഈസ് അൺഡിഫൈൻഡ്. ഇപ്പൊ നമ്മൾ യൂസ് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് റൂൾസ് ചെക്ക് ചെയ്യാണ്, എറേഴ്സ് ഒന്നും ഇല്ല, സെക്യൂർ ആണെന്നുള്ള ഇത് എല്ലാം ചെക്ക് ചെയ്യണതാണ് യൂസ് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഫംഗ്ഷൻ ടെസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗ് ദിസ് ടെസ്റ്റ് എന്ന് വന്നിട്ട് എഴുതുവാണെങ്കിൽ എനിക്ക് ദിസ് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇൻ സ്ട്രിക്റ്റ് മോഡ് ഫംഗ്ഷൻ ഡോട്ട് ഡിഫോൾട്ട് ഗ്ലോബൽ. ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ ആണ് ഗ്ലോബൽ എന്ന് പറയുന്നത്. യൂസ് സ്ട്രിക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഡിഫോൾട്ട് വാല്യൂ കിട്ടൂല. ദിസ് എന്ന് പറയുന്നത് ഡിഫോൾട്ട് വാല്യൂ കിട്ടൂല. അപ്പൊ ദിസിന്റെ വാല്യൂ എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആണ്. അൺഡിഫൈൻഡ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. സ്ട്രിക്റ്റ് മോഡിനകത്താണ് ഫംഗ്ഷൻ ഡോണ്ട് ഡിഫോൾട്ട് ഗ്ലോബൽ, സോ ദിസ് ഈസ് അൺഡിഫൈൻഡ്. പിന്നെ ഇൻ ആൻ ഒബ്ജക്റ്റ് മെത്തേഡ്, അതായത് ഒബ്ജക്റ്റ് മെത്തേഡിനകത്ത് ദിസ് റെഫേഴ്സ് ടു ദ ഒബ്ജക്റ്റ്, അതായത് കോൺസ്റ്റ് ഒബ്ജക്റ്റ് ഈസ്കൽ ടു എന്താണ് സേ ഹൈ ആൻഡ് ദ ഫംഗ്ഷൻ കൺസോൾ ഡോട്ട് ലോഗ് ദിസ് ഡോട്ട് നെയിം. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിം. അപ്പൊ ഇതിനകത്ത് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം കൊടുത്തിട്ടുണ്ട്. സേ ഹായ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വാല്യൂ ആയിട്ട് ഒരു ഫംഗ്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. കീനകത്ത് വാല്യൂ ആയിട്ട് ഫംഗ്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ദിസ് ഡോട്ട് നെയിം എന്ന് പറയുന്നത് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ ഡോട്ട് സേ ഹായ് എന്ന് പറഞ്ഞ് നമ്മള് സേ ഹായ് എന്ന് പറഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ എനിക്ക് എന്താ കിട്ടുന്നത്? ഫംഗ്ഷൻ എന്നെ കോൾ ചെയ്യുന്നു. അപ്പോ ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃന്ദ. ഇൻസൈഡ് എ മെത്തേഡ് ദിസ് റെഫേഴ്സ് ടു ദ ഒബ്ജക്ട് ദാറ്റ് ഓൺസ് ദ മെത്തേഡ്. ഇൻസൈഡ് എ മെത്തേഡ്, അതായത് മെത്തേഡിന്റെ ഉള്ളില് ദിസ് എന്ന് പറയുന്നത് ഇൻസൈഡ് എ മെത്തേഡ്, അതായത് മെത്തേഡിനകത്ത് ദിസ് എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ദ ഒബ്ജക്ട് ദാറ്റ് ഓൺസ് ദ മെത്തേഡ്. ഇൻസൈഡ് എ മെത്തേഡ്, അതായത് മെത്തേഡിനകത്ത് മെത്തേഡിന്റെ ഉള്ളില് എന്താണ് ദിസ് എന്ന് പറയുന്നത്
അതായത് സേ ഹൈ ഫങ്ഷൻ ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു ദ ഒബ്ജക്ട് ദാറ്റ് ഓൺസ് ദ മെത്തേഡ്. ആ മെത്തേഡ് ഓൺ ചെയ്യുന്ന ദിസ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് റെഫേഴ്സ് ടു ദ ഒബ്ജക്റ്റ് ദാറ്റ് ഓൺസ് ദ മെത്തേഡ്. മെത്തേഡ് ഈ മെത്തേഡ് ഓൺ ചെയ്യുന്ന ഒബ്ജക്റ്റിനെയാണ് അത് റെഫർ ചെയ്യുന്നത്. അപ്പൊ ഒബ്ജക്റ്റിനെ ഈ മെത്തേഡ് ഓൺ ചെയ്യുന്ന നെയിം എന്ന് പറഞ്ഞ മെത്തേഡ് ഓൺ ചെയ്യുന്ന ഒബ്ജക്റ്റിനെയാണ് ഇത് റെഫർ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് വാല്യൂ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എടുക്കുന്നു. അപ്പൊ അതാണ് പറയുന്നത്. ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു ദ ഒബ്ജക്ട് ദാറ്റ് ഓൺസ് ദ മെത്തേഡ്. ഈ മെത്തേഡ് മനസ്സിലായോ? ഓൺസ് ദാറ്റ് ഓൺസ് ദ മെത്തേഡ്. ഇതാണ് എന്ത് ഒബ്ജക്റ്റിനകത്ത് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ ആയിരിക്കും റെഫർ ചെയ്യുന്നത്. in an event this refers to the element that received the event. in an event ഇവന്റിനകത്ത് നോക്കുവാണെങ്കിൽ ദിസ് എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ദ എലമെന്റ് ദാറ്റ് റിസീവ്ഡ് ദ ഇവന്റ്. ബട്ടൺ ഓൺ ക്ലിക്ക് കൺസോൾ ഡോട്ട് ലോഗ് ദിസ് ക്ലിക്ക് മീ എന്ന് പറഞ്ഞിട്ട് ബട്ടൺ ഇടുവാണെങ്കിൽ നമ്മൾ ഹിയർ ദിസ് റെഫേഴ്സ് ടു ദ ബട്ടൺ എലമെന്റ് ദാറ്റ് റിസീവ്ഡ് ദ ഇവന്റ്. ഏത് ബട്ടൺ എലമെന്റ് ആണോ ആ ഈ ഇവന്റ് റിസീവ് ചെയ്യുന്ന ദിസ് എന്ന് പറയുന്നത് ബട്ടൺ എലമെന്റ് ആണ്. ദാറ്റ് റിസീവ്ഡ് ദ ഇവന്റ് റിസീവ് ചെയ്യുന്ന ബട്ടൺ എലമെന്റ് ആണ് ദിസ് എന്ന് പറയുന്നത്. ഏത് ബട്ടൺ ആ ബട്ടൺ എലമെന്റ് ആയിരിക്കും ദിസ് റെഫർ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഇവന്റ് ഏത് ബട്ടണിനാണോ ഇവന്റ് റിസീവ് ചെയ്യുന്ന ആ ബട്ടണിനെ ആയിരിക്കും ദിസ് റെഫർ ചെയ്യുന്നത്. Method like call, apply and bind can refer this to any object. അപ്പൊ കോൾ അപ്ലൈ ബൈൻഡിനകത്ത് കേസിനകത്ത് എങ്ങനെയാണ് ദിസ് എന്ന് പറയുന്നത്? കോളിനകത്ത് കോൾസ് ദ ഫംഗ്ഷൻ ഇമ്മീഡിയറ്റ്ലി ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. പാസ് ആർഗ്യുമെന്റ്സ് ഇൻഡിവിജ്വലി കോൾസ് ദ ഫംഗ്ഷൻ ഇമ്മീഡിയറ്റ്ലി. അതായത് ഈ കോളിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി ഫംഗ്ഷനെ കോൾ ചെയ്യും. അതാണ് കോളിന്റെ പ്രത്യേകത. പാസ് ആർഗ്യുമെന്റ്സ് ഇൻഡിവിജ്വലി. ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്യുന്ന ഒറ്റയ്ക്കായിട്ടായിരിക്കും. ഇമ്മീഡിയറ്റ്ലി കോൾ ചെയ്യുന്നു, ഫംഗ്ഷനെ ഇമ്മീഡിയറ്റ്ലി കോൾ ചെയ്യുന്നു. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഫംഗ്ഷൻ ഗ്രീറ്റ് വേർഡ് മാർക്ക് കൺസോൾ ഡോട്ട് ലോഗ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഗ്രീറ്റ് വേർഡ് പ്ലസ് ദിസ് ഡോട്ട് നെയിം പ്ലസ് മാർക്ക് കോൺസ്റ്റ് user1 is equal to name വൃന്ദ കോൺസ്റ്റ് user2 is equal to name ഷൈൻ എന്ന് വന്നിട്ട് രണ്ട് വാല്യൂ user1നും user2നും വാല്യൂ സ്റ്റോർ ചെയ്ത് രണ്ട് ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രീറ്റ് ഡോട്ട് കോൾ എന്ന് വന്നിട്ട് user1 ഹലോ, അത് കഴിഞ്ഞിട്ട് ഇത് എക്സ്ക്ലമേറ്ററി മാർക്ക് എന്ന് വന്നിട്ട് ഹലോ. അപ്പൊ നമ്മൾ user1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ user1നകത്ത് നെയിം വൃന്ദ എന്ന് വന്നിട്ടുള്ള ഒരു വാല്യൂ ആണ്. അത് കഴിഞ്ഞിട്ട് ഹലോ പിന്നെ ഇത്. അപ്പൊ ഗ്രീറ്റിനെ നമ്മൾ കോൾ ചെയ്യുന്നു. ഗ്രീറ്റിനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഗ്രീറ്റ് വേൾഡ് കോമ മാർക്ക് കോൾ സെറ്റ്സ് ദിസ് ടു ദ ഒബ്ജക്ട് പാസ്ഡ് ആസ് ദ ഫസ്റ്റ് ആർഗ്യുമെന്റ്. അതായത് ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ചാൽ കോൾ എന്ന് പറയുന്നത് കോൾ സെറ്റ്സ് ദിസ് ടു ദ ഒബ്ജക്ട് പാസ്ഡ് ആസ് ദ ഫസ്റ്റ് ആർഗ്യുമെന്റ്. ഫസ്റ്റ് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ ആയിരിക്കും ദിസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഏത് ഒബ്ജക്റ്റ് ആണോ ഒബ്ജക്റ്റ് പാസ്ഡ് ആസ് ദ ഫസ്റ്റ് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആയിരിക്കും ദിസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. user1 user2. അപ്പൊ ഇതിനകത്ത് user1 അപ്പൊ നമുക്ക് ഇതിനകത്ത് ആദ്യത്തെ ഇത് ഹലോ ദിസ് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് ഗ്രീറ്റ് വേൾഡ് പ്ലസ് ദിസ് ഡോട്ട് നെയിം കോമ പ്ലസ് മാർക്ക് ദിസ് ഡോട്ട് നെയിം പ്ലസ് മാർക്ക് എന്ന് വന്നിട്ട് എഴുതുന്നു. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഗ്രീറ്റ് വേൾഡ് കോമ മാർക്ക് എന്ന് വന്നിട്ട് എഴുതുന്നു. ഒബ്ജക്ട് പാസ്ഡ് ആസ് ദ ഫസ്റ്റ് ആർഗ്യുമെന്റ് user1 user2 എന്ന് വന്നിട്ട് എഴുതുന്നു. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ user1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം ഇത്, പിന്നെ ഹലോ, പിന്നെ എക്സ്ക്ലമേറ്ററി മാർക്ക്. അപ്പൊ എന്താണ് user1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇത് നമ്മൾ ഇതിനകത്തേട്ട് പാസ് ചെയ്യുന്നു.
അപ്പൊ ഇതിനകത്ത് ഗീറ്റ് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ എന്ന് വന്നിട്ടുള്ള വേർഡ് ആണ്. പ്ലസ് നമ്മള് മാർക്ക് എന്ന് പറഞ്ഞ എക്സ്ക്ലമേറ്ററി മാർക്കാണ്. ദിസ് ഡോട്ട് നെയിം, ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള യൂസർ വണ്ണിനകത്തുള്ള ഏത് വാല്യൂ ആണോ ആ വാല്യൂനെ ആയിരിക്കും അത് റെഫർ ചെയ്യുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ യൂസർ ടു ഹായ് എക്സ്ക്ലമേറ്ററി മാർക്ക്. അപ്പൊ നമ്മള് ഇതിനെ നമ്മൾ ഗ്രീറ്റ് ഡോട്ട് കോൾ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അതിനെ കോൾ ചെയ്യുന്നു. അതിനകത്തായിട്ട് ഹായ് എക്സ്ക്ലമേറ്ററി മാർക്ക് പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിനെയും പാസ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ എന്നാന്ന് വെച്ചാൽ ഗ്രീറ്റ് വേൾഡ് പ്ലസ് ദിസ് ഡോട്ട് നെയിമിനകത്ത് നമ്മള് എന്താണ് നമ്മളിപ്പോ ഇതിനകത്ത് കോൾ ചെയ്യുന്ന യൂസർ ടുന്റെ വാല്യൂനെ നമ്മൾ പാസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഹായ് എന്ന് വന്നിട്ട് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്ക്ലമേറ്ററി മാർക്കും കൂടി കിട്ടുന്നു. മനസ്സിലായി? 2 എക്സ്ക്ലമേറ്ററി മാർക്ക്. അപ്പൊ അങ്ങനെയാണ് വാല്യൂ സെറ്റ് ചെയ്യുന്നത്. എന്നാന്ന് വെച്ചാൽ ഈ കോൾ എന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി കോൾ ചെയ്യുന്നു വന്നിട്ടുള്ള ഇതാണ്. നീ അപ്ലൈ എന്ന് പറഞ്ഞ ഓൾസോ കോൾസ് ദ ഫംഗ്ഷൻ ഇമ്മീഡിയറ്റ്ലി അത് കോൾ ചെയ്യുന്നു. അറേ ആയിട്ടായിരിക്കും ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്യുന്നത്. അപ്പൊ ഗ്രീറ്റ് ഡോട്ട് അപ്ലൈ യൂസർ വണ്ണ് ഹേയ് ഇതിനകത്ത് ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്യുന്നത് ഇതായിരിക്കും. ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്യുന്നത് എന്താണ്? അറേ ആയിട്ടാണ്. അപ്പൊ ഇതിനകത്ത് ഗ്രീറ്റ് ഡോട്ട് ഹായ് എന്ന് വന്നിട്ട് ഇതിനെ അറേ ആയിട്ട് പാസ് ചെയ്യുന്നു. പിന്നെ ഇത് അപ്പൊ ഗ്രീറ്റ് ഡോട്ട് യൂസർ വണ്ണ് അപ്പൊ ഇതിനകത്ത് ഈ കോഡിനകത്ത് അതിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഗ്രീറ്റ് ഡോട്ട് അപ്ലൈ ഇമ്മീഡിയറ്റ്ലി ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് ഗ്രീറ്റ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആർഗ്യുമെന്റ് ഹേ എന്ന് പറഞ്ഞിട്ടുള്ള ആർഗ്യുമെന്റ് ആണ്. ഹേ മാർക്കിന്റെ സ്ഥാനത്ത് ഡോട്ട് 3 ഡോട്ടാണ് ആ മാർക്കിന്റെ സ്ഥാനത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മള് 3 മാർക്കാണ്. എന്നിട്ട് കൺസോൾ ഡോട്ട് ഇത് എ പ്ലസ് സ്പേസ് ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീറ്റിനകത്ത് ഓൾറെഡി തന്നെ നമ്മൾ യൂസർ വണ്ണിനെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നോക്കി യൂസർ വണ്ണിനെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂസർ വണ്ണിനകത്ത് നെയിമിന്റെ നെയിം വൃന്ദ. അപ്പൊ ദിസ് എന്ന് പറയുന്നത് ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂ അതിന്റെ വാല്യൂനെ ആയിരിക്കും റെഫർ ചെയ്യുന്നത്. ഒബ്ജക്റ്റിനകത്തുള്ള വാല്യൂനെ ആയിരിക്കും. അപ്പൊ ദിസ് ഡോട്ട് നെയിം അത് കഴിഞ്ഞിട്ട് നീ ഗ്രീറ്റ് ഡോട്ട് അപ്ലൈ യൂസർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോ എന്ന് വന്നിട്ട് എന്താണ് സ്പേസ് ഇട്ടിട്ട് ദിസ് ഡോട്ട് നെയിം എന്താന്ന് എഴുതുന്നു. പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. വർക്ക് സെയിം ആസ് കോൾ ജസ്റ്റ് ഡിഫറെന്റ് വേ ഓഫ് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഈ ബൈൻഡ് എന്ന് പറയുന്നത് ഡസ് നോട്ട് കോൾ ദ ഫംഗ്ഷൻ ഇമ്മീഡിയറ്റ്ലി ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നില്ല. റിട്ടേൺസ് എ ന്യൂ ഫംഗ്ഷൻ വിത്ത് ദിസ് പെർമനന്റ്ലി സെറ്റ്. ദിസ് എന്ന് വെച്ചാൽ പെർമനന്റ്ലി സെറ്റ് ആയിരിക്കും. ഒരു പുതിയൊരു ഫംഗ്ഷനെ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. കോൺസ്റ്റ് ഗ്രീറ്റ് വൃന്ദ ഈസ്ക്വൽ ടു ഗ്രീറ്റ് ഡോട്ട് ബൈൻഡ് യൂസർ വൺ കോമ വെൽക്കം. അപ്പൊ ഗ്രീറ്റ് ഡോട്ട് ബൈൻഡ് ഇത് ഇതിനെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കോൾ ചെയ്യുന്നില്ല. ഞാൻ എന്നാന്ന് വെച്ചാൽ എന്നിട്ട് ഗ്രീറ്റ് വൃന്ദ എക്സ്ക്ലമേറ്ററി മാർക്ക് എന്ന് വന്നിട്ട് കോൾ ചെയ്യുന്നു. അപ്പൊ ഗ്രീറ്റ് വൃന്ദേനെ നമ്മൾ കോൾ ചെയ്യുന്നു. എന്നിട്ട് കോൾ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുക? യൂസർ വണ്ണും ഉണ്ട് എന്താണ് വെൽക്കം എന്ന് വന്നിട്ട് ഉള്ള വാല്യൂ ആയിരിക്കും. ഗ്രീറ്റ് വൃന്ദയിനകത്ത് എന്താണ് യൂസർ വണ്ണ് ഗ്രീറ്റ് വൃന്ദ എന്ന് പറഞ്ഞ് കോൾ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് യൂസർ വൺ കോമ വെൽക്കം എന്ന് വന്നിട്ട് എഴുതുന്നു. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഗ്രീറ്റ് ഷൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീറ്റ് ഡോട്ട് ബൈൻഡ് യൂസർ ടു എന്ന് വന്നിട്ട് എഴുതുന്നു. അപ്പൊ എനിക്ക് ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഗ്രീറ്റ് വേർഡ് ദിസ് ഡോട്ട് നെയിം പ്ലസ് മാർക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ ബൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ബൈൻഡ് ചെയ്യേണ്ടത് യൂസർ വണ്ണും പിന്നെ വെൽക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഇതും. അപ്പൊ വെൽക്കം പിന്നെ നമ്മൾ പാസ് ചെയ്യുന്നത് മാർക്കാണ്. അപ്പൊ വെൽക്കം വൃന്ദ എന്ന് വന്നിട്ട് വരുന്നു. പിന്നെ കോൺസ്റ്റ് ഗ്രീറ്റ് ഷൈൻ എന്ന് വന്നിട്ട് ഗ്രീറ്റ് ഡോട്ട് ബൈൻഡ് യൂസർ ടുവിനെ നമ്മൾ ബൈൻഡ് ചെയ്യുന്നു. ഗ്രീറ്റ് ഷൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ ഷൈൻ എക്സ്ക്ലമേറ്ററി
ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് വന്നിട്ട് വരുന്നു. ഈ ബൈൻഡ് ഈസ് യൂസ്ഫുൾ വെൻ യു വാണ്ട് ടു സേവ് എ ഫംഗ്ഷൻ വിത്ത് ദിസ് ഫിക്സഡ് ആൻഡ് കോൾ ഇൻ ലേറ്റർ. അതായത് എപ്പോഴാണ് അത് യൂസ്ഫുൾ ആവണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനെ നമ്മൾക്ക് സേവ് ചെയ്യണം വിത്ത് ദിസ് ഫിക്സഡ് ആയിട്ട് വെക്കണം ആൻഡ് വിത്ത് ദിസ് ഫിക്സഡ് ആൻഡ് കോൾ ഇൻ ലേറ്റർ, നേരത്തെ പിന്നെ കോൾ ചെയ്താൽ മതി. ഫിക്സഡ് ആയിട്ട് ഫംഗ്ഷന് വെക്കാനും ദിസ് ഫിക്സഡ് ആയിട്ട് വെക്കാനും അതേപോലെ തന്നെ പിന്നീട് കോൾ ചെയ്യാനും നമുക്ക് ബൈൻഡ് യൂസ്ഫുൾ ആണ്. ആരോ ഫങ്ഷൻസ്, ദിസ് ഇസ് ലെക്സിക്കലി ബൗണ്ട്. ആരോ ഫങ്ഷൻസിനകത്ത് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സിക്കലി ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു നോട്ട് ഹാവ് ദർ ഓൺ ദിസ്. ആരോ ഫങ്ഷന് സ്വന്തമായിട്ട് ദിസ് ഇല്ല. അപ്പൊ ദേ ഇൻഹെറിറ്റ് ദിസ് ഫ്രം ദി സറൗണ്ടിങ് സ്കോപ്പ്. അതിന്റെ സറൗണ്ടിങ് സ്കോപ്പിൽ നിന്ന് ദിസിനെ റെഫർ ചെയ്യുന്നത് വേർ ദേ ആർ ക്രിയേറ്റഡ്, എവിടെയാണോ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ സറൗണ്ടിങ് സ്കോപ്പിൽ നിന്നായിരിക്കും ദിസ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. കോൺസ്റ്റ് ഒബ്ജക്റ്റ് ഈക്വൽ ടു ഇങ്ങനെ കേളി ബ്രാക്കറ്റ് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആരോ ഫങ്ഷൻ നമ്മൾ എഴുതുന്നു. ഇത് ഒരു നോർമൽ ഫങ്ഷൻ, അതിനകത്ത് ഇതൊരു ഒബ്ജക്റ്റ്. അപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ ഒരു ഫങ്ഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ആ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ ഒരു ആരോ ഫങ്ഷനും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഡോട്ട് നോർമൽ ഫങ്ഷൻ, ഒബ്ജക്റ്റ് ഡോട്ട് ഞാൻ നോർമൽ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതുവാണെങ്കിൽ നോർമൽ ഫങ്ഷൻ ഒബ്ജക്റ്റിനകത്ത് നോർമൽ ഫങ്ഷൻ റൺ ചെയ്യുന്നു. അപ്പൊ എനിക്ക് നോർമൽ കോളൻ ദിസ് ഡോട്ട് നെയിമിനെ റെഫർ ചെയ്യുന്നു. പിന്നെ ആരോ ഫങ്ഷനകത്ത് സ്വന്തമായിട്ട് ദിസ് ഇല്ല എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. കാരണം ഒബ്ജക്റ്റ് ഡോട്ട് ആരോ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ആരോ അൺഡിഫൈൻഡ് ഓർ ഗ്ലോബൽ ഒബ്ജക്റ്റ്, അതായത് സറൗണ്ടിങ് ഒബ്ജക്റ്റ് പുറത്താണ് നോക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നോക്കണതിന്റെ പുറത്തായിരിക്കും നോക്കുന്നത്. അത് കാരണം വാല്യൂ എന്ന് പറയുന്നത് ആരോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കോളൻ അൺഡിഫൈൻഡ് എന്നായിരിക്കും വരുന്നത്. ദിസിനെ റെഫർ ചെയ്യുന്നില്ല, ഈ വാല്യൂവിനെ റെഫർ ചെയ്യുന്നില്ല, ഒബ്ജക്റ്റിന്റെ പുറത്തായിരിക്കും നോക്കണത്. വൈ നോർമൽ ഫങ്ഷൻ ഗെറ്റ് ദിസ് ഫ്രം ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിൽ നിന്നാണ്, അതായത് ഏത് ഒബ്ജക്റ്റ് ആണ് കോൾ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിൽ നിന്നായിരിക്കും നോർമൽ ഫങ്ഷൻ ദിസ് കിട്ടുന്നത്. ആരോ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഡസിൻ ബൈൻഡ് ഇറ്റ്സ് ഓൺ ദിസ്, അതിന്റെ സ്വന്തം ദിസിനെ അത് ബൈൻഡ് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് ഇറ്റ് ലുക്സ് ഔട്ട്സൈഡ് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിന്റെ പുറത്തേട്ട് നോക്കുന്നത്. സ്കോപ്പ് ഒബ്ജക്റ്റ് വാസ് ക്രിയേറ്റഡ്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ സ്കോപ്പിലായിരിക്കും, അല്ലെങ്കിൽ യൂഷ്വലി ഗ്ലോബൽ ആയിരിക്കും നോക്കുന്നത്. അപ്പൊ അതാണ് ദിസ് ആരോ ഫങ്ഷനിൽ എങ്ങനെയാണെന്ന്. പിന്നെ എന്നാന്ന് വെച്ചാൽ കൺസ്ട്രക്റ്റർ ഫങ്ഷൻ ഓർ ക്ലാസ് എന്ന് പറയുന്ന കേസിനകത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഫങ്ഷൻ കാർ മോഡൽ ദിസ് ഡോട്ട് മോഡൽ ഈക്വൽ ടു മോഡൽ എന്ന് വന്നിട്ട് വരുന്നു. കോൺസ്റ്റ് C1 ഈക്വൽ ടു ന്യൂ കാർ BMW കൺസോൾ ഡോട്ട് ലോഗ് C1 ഡോട്ട് മോഡൽ. അപ്പൊ വെൻ യു കോൾ എ ഫങ്ഷൻ വിത്ത് ന്യൂ, അപ്പൊ കൺസ്ട്രക്റ്റർ ഫങ്ഷനകത്ത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ യു കോൾ എ ഫങ്ഷൻ വിത്ത് ന്യൂ വെച്ചിട്ട് എന്താണ് ഫങ്ഷനെ കോൾ ചെയ്യുവാണെങ്കിൽ ന്യൂ കാറ് BMW ന്യൂ കാറ് BMW വെച്ചിട്ട് നമ്മൾ കോൾ ചെയ്യുകയാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഡസ് 3 things ഇന്റേണലി 3 കാര്യങ്ങൾ എഴുതും. ന്യൂ വെച്ചിട്ട് നമ്മൾ ഫങ്ഷനെ കോൾ ചെയ്യാണ്, മനസ്സിലായോ? വെൻ യു കോൾ എ ഫങ്ഷൻ വിത്ത് ന്യൂ, അതായത് ന്യൂ കാർ BMW എന്ന് വന്നിട്ട് ഫങ്ഷനെ നമ്മൾ കോൾ ചെയ്യാന്ന് വെച്ചോ. ജാവാസ്ക്രിപ്റ്റ് 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. സെറ്റ്സ് ദിസ് ഇൻസൈഡ് ദ ഫങ്ഷൻ ടു പോയിന്റ് ടു ദ ന്യൂ ഒബ്ജക്റ്റ്, അതായത് ഈ ഫങ്ഷനകത്തുള്ള ദിസ് എന്ന് പറയുന്നത് പുതിയ ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കും. പിന്നെ എന്നാന്ന് വെച്ച് റിട്ടേൺസ് ദ ന്യൂ ഒബ്ജക്റ്റ് ഓട്ടോമാറ്റിക്കലി തന്നെ പുതിയ ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യും. അൺലെസ് യു റിട്ടേൺ അനദർ ഒബ്ജക്റ്റ്, മാനുവലി നമ്മൾ റിട്ടേൺ ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി പുതിയൊരു ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യുന്നു. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇൻസൈഡ് ദ ഫങ്ഷൻ, അതായത് ഇൻസൈഡ് ദ ഫങ്ഷൻ, അപ്പൊ ഇത്
ന്യൂ വെച്ചിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യണേ എന്ന് പറഞ്ഞു. പുതിയ ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യും. ഫംഗ്ഷനിലുള്ള ഒബ്ജക്റ്റ് ഫംഗ്ഷൻ ടു പോയിന്റ് ടു ദ സെറ്റ്സ് ദിസ് ഇൻസൈഡ് ദിസിനെ ഫംഗ്ഷനകത്തുള്ള ദിസിനെ പുതിയ ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കും. പിന്നെ ഓട്ടോമാറ്റിക്കലി പുതിയ ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യുന്നു. അനദർ ഒബ്ജക്റ്റ് മാനുവലി നമ്മൾ റിട്ടേൺ ചെയ്യാതെ ഓട്ടോമാറ്റിക്കലി പുതിയ ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യും. പിന്നെ ഇൻസൈഡ് ദ ഫംഗ്ഷന്റെ ഉള്ളിലാണെങ്കിൽ ദിസ് ഡോട്ട് മോഡൽ ഈസ്ക്വൽ ടു മോഡൽ എന്നായിരിക്കും. അതായത് ഹിയർ ദിസ് റെഫേഴ്സ് ടു ദ മോഡൽ ടു ദ ന്യൂ ഒബ്ജക്റ്റ് ബീങ് ക്രിയേറ്റഡ്. ഏത് ഒബ്ജക്റ്റ് ആണ് പുതിയ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ ഒബ്ജക്റ്റ് ആയിരിക്കും ദിസ് റെഫർ ചെയ്യുന്നത്. സോ ഇഫ് മോഡൽ ഈസ്ക്വൽ ടു BMW ഇറ്റ് ബിക്കംസ് മോഡൽ കോളൻ ഒബ്ജക്റ്റ്. അപ്പൊ ആ മോഡൽ കോളൻ BMW, അപ്പൊ ആ ഒബ്ജക്റ്റിനെ ആയിരിക്കും റെഫർ ചെയ്യുന്നത്. ഫൈനലി കോൺസ്റ്റ് C1 ഈസ്ക്വൽ ടു ന്യൂ കാർ BMW. നൗ C1 പോയിന്റ്സ് ടു ദ ന്യൂ ഒബ്ജക്റ്റ്. C1 എന്ന് പറയുന്നത് പുതിയൊരു ഒബ്ജക്റ്റിനെയാണ് അത്, അതായത് മോഡൽ BMW എന്ന് പറഞ്ഞ ഇതിനെയാണ് ഇത് റെഫർ ചെയ്യുന്നത്. സോ C1 ഡോട്ട് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് BMW. C1 ഡോട്ട് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BMW ആണ്. അപ്പൊ നമുക്ക് ഇൻ ഷോർട്ട് ഇൻ എ കൺസ്ട്രക്ടർ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓർ ക്ലാസ് ദിസ് റെഫേഴ്സ് ടു ദ ന്യൂലി ക്രിയേറ്റഡ് ഒബ്ജക്ട് വെൻ കോൾഡ് വിത്ത് ന്യൂ വെച്ചിട്ട് നമ്മൾ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ആ ന്യൂലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ആയിരിക്കും ദിസ് റെഫർ ചെയ്യുന്നത്. മനസ്സിലായോ? കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ഓർ ക്ലാസ്സിനകത്ത്. അപ്പൊ ഇതാണ് ദിസിന്റെ പ്രത്യേകത. ഇതാണ് ദിസിന്റെ എത്ര യൂസ് H 9 കേസസ് ആണ് നമ്മൾ ദിസിനകത്ത് 9 കേസസ് എങ്ങനെയാണ് 9 ഇതാണ് നമ്മൾ നോക്കിയത്. ദിസ് എങ്ങനെ വരും എന്നാണ് നമ്മൾ നോക്കിയത്.